രാത്രി ആയാലും നിനക്കൊന്നും ഉറക്കമില്ലേ? രാത്രിയില് വടയക്ഷികളെ പോലെ നീയൊക്കെ എന്തിനാടി ചുറ്റിത്തിരിയുന്നേ? നിന്നെ പോലുള്ള യക്ഷികളുടെ വിശ്വരൂപേ ഈ സമയത്ത് ഇറങ്ങിയാലല്ലേ കാണാൻ പറ്റുള്ളൂ. നിന്റെയൊക്കെ റൂമിൽ എന്താടി നടക്കുന്നേ? ഞങ്ങളുടെ റൂമിലെ ഒരുത്തനെ ഒളിച്ചു കയറ്റിയിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കുന്ന ആരവെന്ന പ്രതിയെ പോലെ തോന്നിക്കുന്ന ഒരുത്തനെയാ ഞങ്ങള് വിളിച്ചു കയറ്റിയതേ. അവനെ കണ്ടുപിടിക്കാനല്ലേ നീയൊക്കെ പാതിരാത്രി ഉറക്കം കളഞ്ഞിറങ്ങിയത്? ഓ അത് ശരി. ആ ഫോൺ കോളിന് പിന്നില് നീയൊക്കെയാണല്ലേ. നമ്മള് കൊടുത്തതിന് അതേ നാണയത്തില് തിരിച്ചടിക്കാൻ വന്ന് നിൽക്കുകയാണല്ലോ ഇവളുമാര്. അതേടി, തിരിച്ചടിക്കാൻ തന്നെയാ വന്നത്. ഞങ്ങളുടെ കിരണിനെ കിടത്തിയിട്ട് നീയൊക്കെ ഇതിനകത്ത് വിലസി നടക്കാന്ന് കരുതിയോ? അവൾക്ക് പകരം എന്നെ അടിച്ചു കിടത്താനാണോ നീയൊക്കെ വന്നത്? അതിന് നീയൊന്നും വളർന്നിട്ടില്ലടി. നീയൊക്കെ ഞങ്ങളെ എന്തോ ചെയ്യാൻ വന്നതാ? എന്താടി എന്താ? നീയൊക്കെ ഞങ്ങളെ അങ്ങ് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചോ? നിന്നെ അടിക്കാൻ ഞങ്ങൾ വളർന്നിട്ടില്ലല്ലേടി. വളർച്ച മനസ്സിലായില്ലേടി ഞങ്ങളെ? ഇതുപോലെ അല്ലേടി ഞങ്ങളെ കിരണ നീ ചവിട്ടി കൂട്ടിയത്. പിടിച്ചോ വാടി, വാ പോവാം. രാവിലെ മെസ്സിൽ വന്ന കുട്ടികളാ ഇക്കാര്യം എന്നോട് പറഞ്ഞത്. അലീനേനെയും മിന്റുവിനെയും ഗോസ്റ്റ് അടിച്ച് അവശരാക്കിന്ന് കേട്ടപ്പോ എന്റെ കണ്ണു തള്ളിപ്പോയി. നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു അല്ലേ? ഞങ്ങള് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലല്ലോ, അതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല ചേട്ടത്തി. നിങ്ങളാണല്ലോ ഇത് ആദ്യം അറിയേണ്ടത്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കിരണിന് സംഭവിച്ചതുപോലെ തന്നെയാ അലീനയ്ക്കും മിന്റുവിനും സംഭവിച്ചത്. ഇത് എന്തൊരു അതിശയത്. ഞങ്ങൾക്ക് ഇത് വലിയ അതിശയായിട്ടൊന്നും തോന്നില്ല ചേട്ടത്തി. അവളുമാർക്ക് കിട്ടാനുള്ളത് കിട്ടി, അങ്ങനെ കരുതിയാ മതി. ഇതിൽ അതിശയില്ലാന്ന് എങ്ങനെ പറയാനാവും? ആദ്യം മൃദുല, രണ്ടാമത് കിരൺ, മൂന്നാമത് അലീനയും മിന്റു. ഇവരെയെല്ലാം ആരടിച്ച് താഴെയിട്ടത്? കിരണിനെ അടിച്ചത് ആരാണെന്ന് കിരണിന് പോലും ഓർമ്മയില്ല. അടിച്ചവരെ ഓർത്തോണ്ടിരുന്നിട്ട് എന്താ കാര്യം? ആരാണെന്ന് തെളിവില്ലാതെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ആ സത്യം, ഇതേ കാര്യം തന്നെയാ അലീനയും പറഞ്ഞത്. റീന മാഡം ആ പിള്ളേരോട് ചെന്ന് വിവരം അന്വേഷിച്ചപ്പോ അവർക്കും പരാതിയില്ല. അതെന്താ അവർക്ക് പരാതിയില്ലാത്തെ? അതിന്റെ കാരണം എനിക്കറിയില്ല. അവർക്ക് പരാതിയില്ല, കാല് തന്നെ വീണതാന്നാ പറഞ്ഞത്. അല്ല, അടികൊണ്ട് അവശതയായിട്ടും ഇങ്ങനെയാണോ അവര് പറഞ്ഞത്? അടികൊണ്ട് അവശരായതാണോ അവര്? ആരാ അവരടിച്ച് ഈ പരുവത്തിലാക്കിയത്?
നിങ്ങൾ പറഞ്ഞത് ശരിയാ. ആരെങ്കിലും അടിച്ചിടാതെ അവരീ ഗതിയാവില്ല. എന്തായാലും അടിച്ചിട്ടത് ആരായാലും നല്ല കാര്യായിട്ട് അവളുമാർക്ക് കൊടുത്തിരിക്കണത്. അല്ലാതെ തെന്നി വീണാലൊന്നും ഇങ്ങനെ പരിക്കുണ്ടാവില്ല. അല്ല, ഇനി ഗോസ്റ്റ് തന്നെ ആയിരിക്കോ? ഗോസ്റ്റ് ആണ് അടിച്ചതെങ്കിലേ അത് അവരല്ലേ പറയേണ്ടത്. അത് അവര് തന്നെ പറയട്ടെ. അപ്പൊ കിരൺ അടിച്ചിട്ടത് ആരാ? അതാരാന്ന് കിരൺ അറിയില്ലല്ലോ. അതുകൊണ്ടല്ലേ കിരണം പരാതി കൊടുക്കാത്തത്. എന്നാലും ഇതെല്ലാം വല്ലാത്ത സംഭവമായിപ്പോയി. ഞാൻ പോയി ഇവിടുത്തെ പിള്ളാരോടെല്ലാം ഇതിനെപ്പറ്റി എന്താ പറയണേന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. ആ, അത് നല്ലതാ. ചെന്ന് ചോദിക്ക. இன்னும் பல வீடியோக்களை காண சன் லைஃப் சேனலை சப்ஸ்கிரைப் பண்ணுங்க.